സാറേ എന്താടാ ഈ നറുക്കെടുപ്പിൽ എന്റെ പേര് കൂടി ഒന്ന് ഉൾപ്പെടുത്തുവോ? അങ്ങനെ എല്ലാവരുടെ പേര് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒന്നുകിൽ ശിക്ഷ തീരാതാവണം, അല്ലെങ്കിൽ നല്ല നടപ്പ്. അങ്ങനെയുള്ളവരെ പരിഗണിക്കാൻ പറ്റും. എന്നെ നല്ല നടപ്പിന്റെ പേരിലെങ്കിൽ പരിഗണിക്കും സാറേ. ഓഹോ, നീ ഒന്ന് നടന്നേ. നടക്കട്ടെ. ഓ, മനോഹരമായ നടപ്പ്. എന്തു പറ്റി? പോയി പണിയെടുക്കടാ. സാറേ, ബാലന്റെ പേര് ഉൾപ്പെടുത്തിയോ സാറേ? അവന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. നമോവാകം. എല്ലാ വർഷത്തെയും പോലെ ഈ സ്വാതന്ത്ര്യദിനത്തിലും നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്ത് മോചിതനാക്കുകയാണ്. ഈ വർഷത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം. നിനക്കാടാ, നിന്റെ പേര് തന്നെ വീഴും. മഹിയാണ് ആ ഭാഗ്യവാൻ. എവിടെ ബാലശാശി? ജയിലിന്റെ ഭക്ഷണത്തിൽ ഇത്ര കാലം. എനിക്ക് പകരം ബാലിനെ വിടാൻ പറ്റൂ സാറേ? മണ്ടത്തരം പറയാതടാ മണ്ട. നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കും പോകാൻ പറ്റില്ല. അലമ്പുണ്ടാക്കാതെ മന്ത്രിയെ പൊക്കി 2 വാക്ക് സംസാരിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ജയിൽ അദ്ദേഹത്തിന് അന്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ട ആളാണ്. ജയിലിന്റെ വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേക്ഷണം നടത്തുവാനും. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. സ്വന്തം അസുഖത്തെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്നീ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുകൂടെ ഉൾപ്പെടുത്തിയ നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി. സാർ, ഇതാ എന്റെ വക ഒരു സമ്മാനം. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. വാച്ച? ഇതിന് സൂചിയൊന്നുമില്ല. തുറന്നു നോക്ക്. ഏതായാലും അടപ്പുള്ള വാച്ച് തന്നത് നന്നായി. ടൈം വേസ്റ്റ് ആവില്ല. ആവശ്യമുള്ളപ്പോ തുറന്നു നോക്കിയാൽ മതിയല്ലോ. ടൈം മാത്രമല്ല, ലൈഫ് വേസ്റ്റ് ആക്കരുത്. സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാണ്. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്നെ അങ്ങനെ ഉപേക്ഷിക്കല്ലേ സാറേ. ഈ ലോകം വിട്ടാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഇവിടെയുള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാ. സാറിനറിയോ, സാറിന് എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. മതി മതി, പോവാൻ നോക്ക്. ഞാൻ അവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞോട്ടെ സാർ? വേഗം വേണം. പ്രസംഗം കലക്കി. എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയാ. മാത്രമല്ല, മലയാളത്തിലെ കടുകട്ടി വാക്കുകൾ നിങ്ങളെപ്പോലുള്ള മാനദണ്ഡമുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മാനദണ്ഡം എന്ന് വെച്ചാ? മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദണ്ഡം, വിഷമം, മനപ്രയാസം. ഓ, പഹയ ഒരു കവിത എഴുതിക്കൂടെ നിനക്ക്? സമയമാവട്ടെ, എഴുതിക്കളെ. അത് മതി. നീ എന്താ ചില കഷായം കുടിച്ച പോലെ? ഓ, മഹിയെ പിരിയുന്ന മാനദണ്ഡത്തിലായിരിക്കും. നിനക്കിറങ്ങാൻ പറ്റില്ലെങ്കിൽ എന്താടാ, ഞാൻ ഇറങ്ങുന്നില്ലേ? നിനക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്യില്ലേ? ഈ പടിക്ക് പുറത്തിറങ്ങിയാൽ തീരുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? ദേ ഇങ്ങോട്ട് നോക്കി. ഞാനിവിടെ നേരെ പോകുന്നത് നിന്റെ അനിയന്റെ അടുത്തേക്ക്. അവിടെ ചെന്ന് നിന്റെ സ്ഥാനത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തിരിക്കും. നീ എങ്ങനെ ഇത്രയും വലിയ തുക? എവിടെന്നാ എങ്ങനെയാണെന്നൊന്നും നീ അറിയണ്ട. സംഗതി ഞാൻ അവിടെ ചെയ്യും. ഡേ, ഇത് മഹി തരുന്ന വാക്കാ. എന്റെ വാക്ക് മാറണമെങ്കിൽ ഈ തല കഴുത്തെന്ന് പോണം. ഞാനില്ലേടാ.